Dear friends, you are welcome to Historia. അപ്പോൾ ഹിസ്റ്റോറിയുടെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ്. നമ്മൾ മുൻ ക്ലാസ്സുകൾ ഒന്നോ രണ്ടോ ഇന്റർനാഷണൽ ഓർഗനൈസേഷനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളൊരു അന്താരാഷ്ട്ര സംഘടനയെക്കുറിച്ചാണ് പഠിക്കുന്നത്. നമുക്കറിയാം പൊതുവെ സെൻട്രൽ എക്സാമിനും സ്റ്റേറ്റ് എക്സാമിനും ചോദിക്കാനുള്ള ഒരു ഭാഗമാണ് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ. അതിന്റെ സ്ട്രക്ചറുകൾ, അതിന്റെ ഫംഗ്ഷൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വളരെ ചെറിയൊരു ഇന്റർനാഷണൽ ഓർഗനൈസേഷനാണ് നമ്മൾ പഠിക്കുന്നത്. എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഘടന കൂടി തന്നെയാണ്. അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന സംഘടന എന്ന് പറയുന്നത് ആംനസ്റ്റി ഇന്റർനാഷണൽ ആണ്. ആംനസ്റ്റി ഇന്റർനാഷണൽ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഓർത്തുവയ്ക്കുക, ആംനസ്റ്റി ഇന്റർനാഷണലിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഓർത്തുവയ്ക്കുക, ഇറ്റ് ഈസ് സെക്കൻഡ് ലാർജസ്റ്റ് ഹ്യൂമൻ റൈറ്റ് ഓർഗനൈസേഷൻ ആഫ്റ്റർ UN എന്ന് പറഞ്ഞാൽ ശരിയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഐക്യരാഷ്ട്രസഭ കഴിഞ്ഞാൽ ലോകത്തിൽ ഉള്ള ഏറ്റവും വലിയൊരു മനുഷ്യാവകാശ സംരക്ഷണ സംഘടനയാണ് ഈ ആംനസ്റ്റി ഇന്റർനാഷണൽ എന്നുള്ളത്. ഓർമ്മിക്കുക, ഐക്യരാഷ്ട്രസഭ കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു മനുഷ്യാവകാശ ഹ്യൂമൻ റൈറ്റ് ഓർഗനൈസേഷനാണ് ഈ ആംനസ്റ്റി ഇന്റർനാഷണൽ എന്ന് പറയുന്നത്. ഏകദേശം 10 മില്യൺ സപ്പോർട്ടേഴ്സും മെമ്പേഴ്സ് ഒക്കെ ഉള്ള ലോകത്തിലെ ഒരു വലിയ ഹ്യൂമൻ റൈറ്റ് ഓർഗനൈസേഷൻ തന്നെയാണ് ഇത് ഈ പറഞ്ഞ ആംനസ്റ്റി ഇന്റർനാഷണൽ എന്ന് പറയുന്നത്. ഇനി ആംനസ്റ്റി ഇന്റർനാഷണൽ ആംനസ്റ്റി ഇന്റർനാഷണൽ ഫോംഡ് ഇൻ 28 മെയ് 1961 ആണ്. 1961 മെയ് 28 നമ്മൾ ഈ പറഞ്ഞ ആംനസ്റ്റി ഇന്റർനാഷണൽ രൂപം കൊള്ളുന്നത്. എന്നാണ് 1961 മെയ് 28 ആംനസ്റ്റി ഇന്റർനാഷണൽ രൂപം കൊണ്ടത്. ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് ലണ്ടനാണ്. ഇനി ആരായിരുന്നു ഫൗണ്ട് ചെയ്തത്? ഈ ആംനസ്റ്റി ഇന്റർനാഷണൽ സ്ഥാപിച്ച വ്യക്തി ആരാണ്? ഒരു ബ്രിട്ടീഷ് ലോയർ ആയിരുന്ന പീറ്റർ ബെനൻസൺ ആണ് ഈ ആംനസ്റ്റി ഇന്റർനാഷണൽ സ്ഥാപിച്ചത്. അദ്ദേഹം ഒരു ബ്രിട്ടീഷ് ലോയർ ആയിരുന്നു. ജസ്റ്റിസ് എന്ന ഒരു പത്രത്തിന്റെ പത്രാധിപരായിരുന്നു. അങ്ങനെ ഒരു സംഘടന സ്ഥാപിച്ച വ്യക്തിയൊക്കെ ആയിരുന്നു അത് നമ്മൾ പറഞ്ഞ ഈ പീറ്റർ ബെനൻസൺ. അപ്പോൾ ആ ബ്രിട്ടീഷ് ലോയറായ പീറ്റർ ബെനൻസൺ ആണ് നമ്മൾ ഈ പറഞ്ഞ ആംനസ്റ്റി ഇന്റർനാഷണൽ 1961 ഡേറ്റ് മറക്കുന്നത് 1961 മെയ് 28 സ്ഥാപിച്ച. ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് ലണ്ടൻ ആണെന്ന് ഓർത്തിക്കുക. ക്ലിയർ ആയില്ലേ? ഇനി ഇതിൽ നിന്ന് എപ്പോഴും PSCയും സെൻട്രൽ എക്സാം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ആംനസ്റ്റി ഇന്റർനാഷണൽ മോട്ടോ ചോദിക്കണം. മോട്ടോ ഓർത്തു വയ്ക്കുക, വളരെ ഭംഗിയുള്ള വളരെ പ്രശസ്തമായ ഒരു മോട്ടോ ആംനസ്റ്റി ഇന്റർനാഷണൽ. എന്താണ്? ഇരുട്ടിനെ പഴിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു മെഴുകുതിരിയെങ്കിലും കത്തിച്ചു വെക്കാം. എന്താണ്? ഇരുട്ടിനെ പഴിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു മെഴുകുതിരിയെങ്കിലും കത്തിച്ചു വെക്കാം. ഇതാണ് ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ മോട്ടോ എന്ന് പറയുന്നത്. മറക്കാതെ പഠിച്ചു വയ്ക്കുക, എപ്പോഴും ചോദിക്കാറുണ്ട്. കേരള PSC ആണെങ്കിൽ പലതവണ ചോദിച്ചിട്ടുണ്ട്. സെൻട്രൽ എക്സാമിന് 1-2 തവണ ചോദിച്ചിട്ടുണ്ട്. ഇരുട്ടിനെ പഴിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു മെഴുകുതിരിയെങ്കിലും കത്തിച്ചു വെക്കാം എന്നാണ് ഈ ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ മോട്ടോ എന്ന് പറയുന്നത്. സ്ഥാപിച്ച പീറ്റർ ബെനൻസൺ. ഇനി ആംനസ്റ്റി ഇന്റർനാഷണൽ സ്റ്റാൻഡ് ഫോർ. ഈ ആംനസ്റ്റി ഇന്റർനാഷണൽ എന്തിനാണ് നിലകൊള്ളുന്നത് ചോദിച്ചാൽ ഓർത്ത് വയ്ക്കാം. ഇറ്റ് ഫോർ സസ്പെൻഷൻ ഓഫ് ക്യാപിറ്റൽ പണിഷ്മെന്റ് ഓൾ ഓവർ ദി വേൾഡ്. ലോകം മുഴുവൻ ഈ ക്യാപിറ്റൽ പണിഷ്മെന്റ്, വധശിക്ഷ എന്നൊരു സംഭവം ലോകം മുഴുവൻ. ആ വധശിക്ഷ നിർത്തലാക്കുക എന്നുള്ളവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഹ്യൂമൻ റൈറ്റ്, മനുഷ്യാവകാശത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ റൈറ്റ് ടു ലീവ് എന്ന് പറയും, ജീവിക്കാനുള്ള അവകാശം. ഈ ജീവിക്കാനുള്ള അവകാശം നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. അപ്പോൾ ജീവിക്കാനുള്ള അവകാശം നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആകുമ്പോൾ തന്നെ ഒരാളെ കൊല്ലുക എന്ന് പറയുന്നത് ആ മൗലിക അവകാശത്തിന് നിഷേധമായിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ടാണ് സസ്പെൻഷൻ ഓഫ് ക്യാപിറ്റൽ പണിഷ്മെന്റ്, വധശിക്ഷ റദ്ദാക്കുക എന്നത് ഇവിടെ പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡാണ്. അതിനുവേണ്ടി നിലകൊള്ളുന്നു. രണ്ടാമത്തെ, കൺസെന്റ് ടു പ്രിസണേഴ്സ് ആൻഡ് റിലീസ് ഓഫ് പൊളിറ്റിക്കൽ പ്രിസണേഴ്സ് എന്ന സംഭവം കൂടിയുണ്ട്. ഈ ജയിലുകളിൽ കഴിയുന്ന പ്രിസണേഴ്സ് അവരുടെ റൈറ്റുകൾ സംരക്ഷിക്കുക. അതോടൊപ്പം പൊളിറ്റിക്കൽ രാഷ്ട്രീയ ജയിൽ തടവുകാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ തടവുകാരെ റിലീസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ നമുക്കറിയാലോ, ഇന്ത്യക്കാരായിട്ടുള്ള പല ആളുകളും പാകിസ്ഥാൻ പോലുള്ള രാഷ്ട്രങ്ങളെല്ലാം യുദ്ധ തടവുകാരായിട്ട് കിടക്കുന്നു. അങ്ങനെ പല രാഷ്ട്രങ്ങളുടെയും യുദ്ധ തടവുകൾ പല രാഷ്ട്രങ്ങളായിട്ടുണ്ടാവുന്ന പൊളിറ്റിക്കൽ പ്രിസണേഴ്സ് അവരെല്ലാം റിലീസ് ചെയ്യുക. പിന്നെ തടവുകാരുടെ റൈറ്റുകൾ സംരക്ഷിക്കപ്പെടുക. ഇതെല്ലാം ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഡിമാൻഡാണ്. അതോടൊപ്പം തന്നെ ഒന്ന്, against the suppression of freedom of speech and expression. ഈ ആശാവിഷ്കാര സ്വാതന്ത്ര്യം അടിച്ചമർത്തുന്ന, ഫോർ എക്സാമ്പിൾ നമുക്കറിയാം മ്യാൻമാറിൽ ആങ് സാൻ സൂക്കി, ഇറാനിലുണ്ടായിരുന്ന വനിത, ഇറാനിൽ അഭിപ്രായ സ്വാതന്ത്ര്യം അടിച്ചമർത്തുക. അപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യവും ആശയാവിഷ്കാരത്തെയും അടിച്ചമർത്തുന്നതിന് എതിരെ പ്രവർത്തിക്കുക എന്നുള്ളത് ഈ ആംനസ്റ്റി ഇന്റർനാഷണൽ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. ക്ലിയർ ആയ? ആശയാവിഷ്കാരത്തിനെ അടിച്ചമർത്തുക. നമുക്ക് പറയാനുള്ള അവകാശം, നമുക്ക് എന്താണോ പറയാനുള്ളത്, നമുക്ക് എന്താണോ നമ്മുടെ ആശയങ്ങൾ, അത് പറയുമ്പോൾ അതിനെ അടിച്ചമർത്തുന്ന ആ ഒരു ഫാസിസ്റ്റ് രീതി,
ആ ഫാസിസ്റ്റ് രീതിക്കെതിരെ അതോടൊപ്പം തന്നെ ഓൾ ഓവർ ദി വേൾഡ് ഹ്യൂമൻ റൈറ്റ്സ് ഡിക്ലറേഷൻ, മനുഷ്യാവകാശ പ്രഖ്യാപനം എല്ലാ രാഷ്ട്രങ്ങളും നടപ്പിലാക്കുക. ഇതെല്ലാം നമ്മൾ പറയുന്ന ഈ ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ്. മറക്കേണ്ട, ആംനസ്റ്റി ഇന്റർനാഷണൽ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ ഒന്നും പറഞ്ഞത് കൺസെന്റ് ടു പ്രിസണേഴ്സ് ആൻഡ് പ്രൊട്ടക്ട് ദി റൈറ്റ് ഓഫ് പ്രിസണേഴ്സ്, റിലീസ് ദി പൊളിറ്റിക്കൽ പ്രിസണേഴ്സ്, രാഷ്ട്രീയ തടവുകാരെ റിലീസ് ചെയ്യുക, യുദ്ധ തടവുകാരുടെ അതോടൊപ്പം അവരുടെ റൈറ്റുകൾ സംരക്ഷിക്കപ്പെടും. ഇതെല്ലാം ഒന്നാണ്. പിന്നെ ഓൾ ഓവർ ദി വേൾഡ്, വേൾഡിൽ എല്ലായിടത്തും എന്താണ് ഹ്യൂമൻ റൈറ്റ്സ് ഡിക്ലറേഷൻ, മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തുക. അതോടൊപ്പം തന്നെ ക്യാപിറ്റൽ ഓഫ് പണിഷ്മെന്റ്, ക്യാപിറ്റൽ പണിഷ്മെന്റ്, സസ്പെൻഷൻ ഓഫ് ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് വെച്ചാൽ വധശിക്ഷ ടോട്ടലി എല്ലായിടത്തും റദ്ദ് ചെയ്യുക, വധശിക്ഷ എന്ന സംഭവം നിർത്തലാക്കുക എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ അഗെയിൻസ്റ്റ് ദി ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, ആശയാവിഷ്കാര സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കുക, അതിനെ അടിച്ചമർത്തുന്നതിനെതിരെ പ്രതികരിക്കുക. ഇതെല്ലാം എന്താണ് നമ്മൾ ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് എന്നുകൂടി മറക്കാതെ പഠിച്ചു വയ്ക്കാം. ഇനി ഇതോടൊപ്പം നമുക്കറിയാം ഈ ആംനസ്റ്റി ഇന്റർനാഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു സെക്രട്ടറി ജനറൽ ആയിരിക്കും. പ്രധാനമായിട്ടും സെക്രട്ടറി ജനറലാണ് ഇതിന്റെ ഹെഡ്. ഏകദേശം ഒരു 500ഓളം വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ, 500ഓളം പ്രൊഫഷണൽ എംപ്ലോയീസ് നമ്മുടെ ആംനസ്റ്റി ഇന്റർനാഷണൽ ഹെഡഡ് ബൈ സെക്രട്ടറി ജനറൽ. ഇതിനെ ഒരു സെക്രട്ടറി ജനറൽ, ആദ്യത്തെ സെക്രട്ടറി ജനറൽ പീറ്റർ ബെനൻസൺ തന്നെ. പ്രസന്റ്ലി ഇപ്പോഴത്തെ നമ്മുടെ ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ സെക്രട്ടറി ആഗ്നസ് കളർബാക്ക് ആണ്. ആഗ്നസ് കളർബാക്ക് എന്ന് പറയുന്നത് ഫ്രാൻസിൽ നിന്നുള്ള വനിതയാണ്. ആഗ്നസ് കളർബാക്ക്, അതാണ് ഇപ്പോഴത്തെ നമ്മൾ ഈ പറയുന്ന ആംനസ്റ്റി ഇന്റർനാഷണൽ സെക്രട്ടറി ജനറൽ. അപ്പോൾ അങ്ങനെ ഒരു സെക്രട്ടറി ജനറൽ ഹെഡായിട്ടുള്ള 500ഓളം വരുന്ന പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സഭയാണ് നമ്മൾ ഏത് പറയുന്നത് ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ അഡ്മിനിസ്ട്രേഷനിൽ ഇരിക്കുന്നത്. ഇനി അതോടൊപ്പം അതിനൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട്. 4 വർഷത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന, ഓരോ 4 വർഷത്തേക്കും തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും അതിനൊരു ചെയർമാൻ ഉണ്ടായിരിക്കും. 4 വർഷത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ടായിരിക്കും, അതിനൊരു ചെയർമാൻ ഉണ്ടായിരിക്കും. ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് നമ്മുടെ സെക്രട്ടറി ജനറൽ തിരഞ്ഞെടുക്കുന്നത്. ഈ ആംനസ്റ്റി ഇന്റർനാഷണൽ സെക്രട്ടറി ജനറൽ തിരഞ്ഞെടുക്കുന്നത് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണെന്ന് ഓർത്ത് വെക്കുക. ക്ലിയർ ആയില്ലോ? അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ ഈ പറഞ്ഞ ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതോടൊപ്പം നമുക്ക് ഇതോടെ മറക്കാതെ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായി, ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ ഹ്യൂമൻ റൈറ്റ് പ്രൊട്ടക്ഷന്റെ ഫലമായി, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഫലമായി 1977 ആംനസ്റ്റി ഇന്റർനാഷണൽ എന്ത് കിട്ടി? സമാധാന നോബൽ കൂടി ലഭിച്ചു. സമാധാന നോബൽ ആംനസ്റ്റി ഇന്റർനാഷണൽ കിട്ടുന്ന 1977 കാര്യം കൂടി ഓർത്തു വയ്ക്കുക. ക്ലിയർ ആയിരിക്കും? അപ്പോൾ ഇത്രയും നമുക്ക് ആംനസ്റ്റി ഇന്റർനാഷണലെ കുറിച്ച് പഠിക്കണം. വളരെ ചെറിയൊരു കാര്യമാണ്, വളരെ ചെറിയൊരു ടോപ്പിക്കാണ്, വളരെ ചെറിയൊരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആംനസ്റ്റി ഇന്റർനാഷണൽ. മറക്കാതെ പഠിക്കുക. 1961 മെയ് 28 ഫോം ചെയ്തത്. സ്ഥാപിച്ചത് പീറ്റർ ബെനൻസൺ ആണ്, ബ്രിട്ടീഷ് ലോയറാണ്. പീറ്റർ ബെനൻസൺ ഓർത്തിക്കുക. ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ലണ്ടനാണ്. യു എൻ എ കഴിഞ്ഞാൽ ഏറ്റവും വലിയ, യു എൻ എ കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയൊരു ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷനാണ് ഈ പറയുന്ന ആംനസ്റ്റി ഇന്റർനാഷണൽ ഉണ്ട്. ആംനസ്റ്റി ഇന്റർനാഷണൽ മോട്ടോ മറക്കാതെ പഠിച്ചു എന്ന് ഞാൻ പറഞ്ഞത്, ഇരുട്ടിനെ ശപിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു മെഴുകുതിരിയെങ്കിലും കത്തിച്ചു വെക്കാം എന്നുള്ളതാണ് ഇതിന്റെ മോട്ടോ എന്ന് പറയുന്നത്. ഇനി ഇത് നിലകൊള്ളുന്ന ഞാൻ പറഞ്ഞു, യുദ്ധ തടവുകാരുടെ റൈറ്റുകൾ, അവരുടെ അവകാശങ്ങളെ സംരക്ഷിക്കുക, രാഷ്ട്രീയ തടവുകാരെ റിലീസ് ചെയ്യുക തുടങ്ങിയാണ്. ലോകം മുഴുവൻ ഹ്യൂമൻ റൈറ്റ്സ് ഡിക്ലറേഷൻ നടത്തുക, മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തുക, വധശിക്ഷ റദ്ദു ചെയ്യുക, ആവിഷ്കാര സ്വാതന്ത്ര്യം എതിർക്കുന്നതിനുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം അടിച്ചമർത്തുന്നതിനെതിരെ പ്രവർത്തിക്കുക. ഇതെല്ലാം നമ്മൾ ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ ലക്ഷ്യങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു. ഫൈനലി നമ്മൾ പറഞ്ഞത് ആംനസ്റ്റി ഇന്റർനാഷണൽ ഒരു സെക്രട്ടറി ജനറൽ ഉണ്ടായിരിക്കും. ഏകദേശം 500ഓളം പ്രൊഫഷണൽ ആയിട്ടുള്ള എക്സ്പെർട്ടുകളായിട്ടുള്ള എംപ്ലോയീസ് അതിനുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ചെയർമാനും ഉൾപ്പെടെ 4 വർഷത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട്. ചെയർമാനും അതിനോടൊപ്പം ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട്. ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് നമ്മൾ ഇതിനെ ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ സെക്രട്ടറി ജനറൽ തിരഞ്ഞെടുക്കുന്നതും കൂടി ഓർത്തിക്കുക. In 1977 ആംനസ്റ്റി ഇന്റർനാഷണൽ ഗോട്ട്സ് നോബൽ പ്രൈസ് ഫോർ പീസ്. ആംനസ്റ്റി ഇന്റർനാഷണൽ സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് കിട്ടുന്ന 1977 കാര്യം കൂടി ഓർത്തിക്കുക. ക്ലിയർ ആയില്ലോ? അപ്പോൾ ഇത്രയും ആംനസ്റ്റി ഇന്റർനാഷണലുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ള വളരെ ചെറിയൊരു ടോപ്പിക്കാണ്, ചെറിയൊരു സംഘടനയാണ്. അപ്പോൾ ഇത്രയും നിങ്ങൾ ആംനസ്റ്റി ഇന്റർനാഷണലുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും നമുക്ക് നല്ലൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാം. അതെല്ലാവർക്കും